ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അർണൂസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ്. പഴംപൊരി ചായയുടെ ഒപ്പം നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പഴംപൊരി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിലാണ് മൈദപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഗ്ലാസ് മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. പിന്നെ ഏകദേശം 3 സ്പൂൺ അരിപ്പൊടി, ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. ചിലവർ മൈദപ്പൊടി ഉണ്ടാക്കുമ്പോൾ മുട്ട കൂട്ടും. അപ്പോൾ ഞാൻ ഇതിൽ മുട്ട കൂട്ടുന്നില്ല. മുട്ട കൂട്ടിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുട്ട കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അരിപ്പൊടി മൈദപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് നമുക്കിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഓൾറെഡി നല്ല ഒരു മീഡിയം നന്നായിട്ട് പഴുത്ത ഒരു പഴമായിരിക്കണം, മധുരമുള്ള പഴം. അപ്പോൾ ഇതിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെറും 2 സ്പൂൺ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമുണ്ട് ചേർത്താൽ മതി, മധുരമില്ലാതെയും ഉണ്ടാക്കാം. ഞാനിത് കുട്ടികൾക്ക് കൂടി വേണ്ടതുകൊണ്ടാണ് മധുരമിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ട് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെറും 2 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് മിക്സാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം മാവ് മിക്സാക്കാൻ. കാരണം ഫുഡ് കളർ ഇട്ടുകൊണ്ട് കളർ ഓൾറെഡി വരുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് കളർ മാവിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് വെള്ളം ഒഴിക്കാൻ. ഒപ്പരം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് ലൂസായി പോവും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് ഇതാക്കാൻ. നന്നായിട്ട് നമുക്ക് മാവ് മിക്സാക്കി എടുക്കാം. മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് ഉടച്ച് കിട്ടണം. നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുകയാണ്. നമ്മളെ മാവ് പാകമായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണെന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കാണും. ഇതാണ് മാവിൻ്റെ പാകം, കണ്ടോ? ഇതാണ് മാവ്. ഇപ്പോൾ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഏകദേശം ഒരു നന്നായിട്ടൊരു പഴുപ്പുണ്ട്, കാരണം നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. ഞാനിത് ഒരു വലിയ പഴമായതുകൊണ്ട് 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പഴത്തിന് തോലൊക്കെ കളഞ്ഞ് വെക്കാം. നമുക്ക് പഴം ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നൈസായിട്ട് വേണം പഴം കട്ട് ചെയ്യാൻ. കട്ടി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പഴംപൊരി ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കാൻ. ഒരു പഴം ഞാൻ 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. വലിയ പഴമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കതും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കണം.
എന്നാണ് കണ്ടോ, എല്ലാ പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത പഴം ഓരോന്നായിട്ട് മാവിലേക്ക് മുക്കിയിട്ട്, കൈകൊണ്ട് ചെയ്താലും മതി, ഞാൻ സ്പൂൺ എടുത്താണ് ചെയ്യുന്നത്, മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ. അപ്പോൾ നമുക്ക് ചില ചായക്കടകളിലെല്ലാം മുട്ട കൂട്ടും ഇതിനോടൊപ്പം. കാരണം മുട്ട കൂട്ടിയ ശേഷമാണ് നമ്മൾ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത്തിരി മുട്ട കൂട്ടുന്നില്ല, എനിക്ക് മുട്ടയുടെ സ്മെല്ല് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ ഈ മാവ് കലക്കുന്നതിന് മുന്നേ നമുക്ക് മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് മാവ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് അപ്പോൾ ഇത് ഒരു ഭാഗം റെഡിയായി. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പഴംപൊരി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഫുഡ് കളർ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർന്ന് ഉപയോഗിക്കാണ്ട് തന്നെ പഴംപൊരി ചുട്ടെടുക്കാവുന്നതാണ്, ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒരു കളർ ചേർക്കുന്നുള്ളത്. നമ്മൾ പഴംപൊരി റെഡിയായി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക്. അങ്ങനെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ പഴമെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം പഴംപൊരി. അപ്പോൾ താങ്ക് യു.